നമുക്ക് തിരുവചന ധ്യാനത്തിനായി നമ്മെ തന്നെ ഒരുക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളോട് സംസാരിക്കണമേ. തിരുവചനത്തിലൂടെ, പരിശുദ്ധാത്മാവിലൂടെ, അനുദിന ജീവിത അനുഭവങ്ങളിലൂടെ ഞങ്ങളിന്ന് കേൾക്കുകയും കാണുകയും അനുഭവിക്കുകയും അഭിമുഖീകരിക്കുകയും ചെയ്യുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളിലൂടെ ഞങ്ങളോട് സംസാരിക്കണമേ. ഈ വർഷത്തിൻ്റെ അവസാനത്തിൽ കഴിഞ്ഞുപോയ അനുഭവങ്ങളിലൂടെയും ജീവിതത്തിൽ നേരിട്ട സാഹചര്യങ്ങളിലൂടെയുമെല്ലാം ഇപ്പോൾ ഞങ്ങളോട് സംസാരിക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. യേശുവിൻ നാമത്തിലുള്ള പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. മലയാളത്തിൽ യതി ചരിതം എന്ന ഒരു പുസ്തകമുണ്ട്. നിങ്ങൾ ചില ആളുകളെങ്കിലും വായിച്ചിട്ടുള്ളതായിരിക്കും. ഗുരു നിത്യ ചൈതന്യ യതി എന്ന സന്യാസി വര്യൻ, അദ്ദേഹം കോന്നിക്കാരനാണ്. ഹൈന്ദവ സന്യാസി ആയിരുന്നപ്പോൾ തന്നെ ക്രിസ്തുവിനെ അറിയുവാൻ, ആഴത്തിൽ അറിയുവാൻ, ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തെ മനസ്സിലാക്കുവാൻ, ആളത്വത്തിലേക്ക് ചേരുവാനൊക്കെ അദ്ദേഹം ഏറെ ശ്രമിച്ചിരിക്കുകയും അദ്ദേഹത്തിൻ്റെ ഊട്ടിയിലെ ഫെൺഹില്ലിലെ ആശ്രമത്തിൽ കർത്താവിനെ വല്ലാതെ അദ്ദേഹം വരച്ചു കാട്ടുകയും ചെയ്തിട്ടുണ്ട് പല രീതിയിലൂടെ. അദ്ദേഹം എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഐ ലേൺഡ് ഹോസ്പിറ്റാലിറ്റി, ആതിഥേയത്വം പഠിച്ചത് ക്രിസ്തീയ വിശ്വാസികളിൽ നിന്നാണെന്ന് പറയും. അദ്ദേഹത്തിൻ്റെ യതിചരിതത്തിൽ ഒരു കഥ, ഒരു അനുഭവം ഇപ്രകാരം പറയുന്നുണ്ട്. അദ്ദേഹം എങ്ങനെ ഒരു സന്യാസിയായി എന്നുള്ളതാണ് പറയുന്നത്. പട്ടാളത്തിൽ ജോലി ചെയ്യുകയായിരുന്നു. പട്ടാളത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ദൈവാന്വേഷണം വല്ലാതെ തലയ്ക്ക് പിടിച്ചു. അസ്തിത്വത്തെപ്പറ്റി അറിയണം, എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ആയിരിക്കുന്നത് എന്നും രക്ഷയെപ്പറ്റി അറിയുവാനുള്ള അമിതമായിരിക്കുന്ന അഭിവാഞ്ച. അങ്ങനെ അദ്ദേഹം യാത്ര ആരംഭിക്കുകയാണ്. യാത്ര ചെയ്ത് പല ആളുകളെ പരിചയപ്പെട്ട് അവരോട് സംസാരിച്ച് മുൻപോട്ട് പോയി അപ്രകാരം കോയമ്പത്തൂർ എത്തിച്ചേർന്നു. കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ആണ് ഒരു സ്ത്രീ പറഞ്ഞതനുസരിച്ച് ജെയ്സ് മീസ് അദ്ദേഹത്തെ കാണുവാനായിട്ട് വർക്കലയിലേക്ക് പോകുന്നത്. വർക്കല ചെന്ന് ഈ ആചാര്യൻ്റെ ഒപ്പം കുറേ നാളുകൾ താമസിച്ചു. 2-3 ആഴ്ച, കുറേ നാളുകളെന്ന് പറഞ്ഞ മാസങ്ങളിലല്ല, 2-3 ആഴ്ച സംസാരിച്ചു. 2-3 ആഴ്ച അദ്ദേഹത്തോടൊപ്പം താമസിച്ച് കഴിഞ്ഞപ്പോൾ, സംസാരിക്കുകയും താമസിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇദ്ദേഹത്തോട് പറയുകയുണ്ടായി, ഒരു കാര്യം ചെയ്യണം. ജയചന്ദ്രൻ എന്നാ പേര്. ജയചന്ദ്രൻ ഒരു കാര്യം ചെയ്യണം. ഒന്നുകിൽ ഇവിടെ താമസിക്കണം, അല്ലെങ്കിൽ ഇവിടം വിട്ട് പോകണം. ഇവിടം വിട്ട് പോകുവാനായിട്ട് തയ്യാറാകണം എന്ന് പറഞ്ഞു. അതായത് ഒരു ഈശ്വര രീതിയിലേക്ക് പോകാനായിട്ട് ഇവിടം വിട്ട് പോകണമെന്ന് പറയുകയുണ്ടായി. നാളെ രാവിലെ പറഞ്ഞാൽ മതിയെന്നും പറഞ്ഞു. പക്ഷേ അതിന് ചില തൻ്റേതായ രീതിയിലൊരു ദൈവാന്വേഷണമൊക്കെ നടത്തണമെങ്കിൽ അതിന് ചില കടമ്പകൾ കൂടിയുണ്ട്. പിറ്റേന്ന് രാവിലെ ചെന്ന് അദ്ദേഹത്തോട് പറയുകയാണ്, ജെയ്സ് മീസിനോട് പറയുകയാണ്, ഞാൻ ഇവിടം വിട്ട് പോകാൻ തീരുമാനിച്ചു. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക, നീ 3 ദിവസം കൊണ്ട് കന്യാകുമാരിയിൽ ചെന്ന് വിവേകാനന്ദ സ്വാമികൾ ഈശ്വര ദർശനം പ്രാപിച്ച സ്ഥലത്ത് ചെന്ന് അവിടെ അദ്ദേഹത്തിൻ്റെ കാൽപാദങ്ങൾ പതിഞ്ഞ പാറയിൽ ചെന്ന് അദ്ദേഹത്തെ വന്ദിച്ചിട്ട് തിരികെ വരണം. പക്ഷെ ഒറ്റ കണ്ടീഷൻ, ഒറ്റ ഒരു ഉപാധിയുണ്ട്. പണമൊന്നും എടുക്കാൻ പാടില്ല, കയ്യിൽ പണം എടുക്കാൻ പാടില്ല, ആരോടും ഒന്നും ചോദിക്കാൻ പാടില്ല, ഒന്നും ചോദിച്ചു വാങ്ങരുത്, ഉടുവസ്ത്രത്തോടുകൂടെ പോയിട്ട് മടങ്ങി വരണം. അങ്ങനെ അദ്ദേഹത്തെ കൊണ്ടുവന്ന് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ മുൻപിൽ ഇറക്കി വിടുന്നു. യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ അവിടെ നിന്ന് കാൽനടയായിട്ട് ജയചന്ദ്രൻ യാത്ര തുടങ്ങി. അല്പം മുൻപോട്ട് ചെന്നപ്പോൾ ജയചന്ദ്രൻ്റെ ഒരു സുഹൃത്ത് പുറകിൽ നിന്ന് ജയചന്ദ്ര എന്ന് ഉറക്കെ വിളിക്കുന്നു. ജയചന്ദ്രൻ അവിടെ നിന്നു. വലിയ ചോദ്യങ്ങളൊന്നുമില്ലാതെ തന്നെ കയ്യെ പിടിച്ചു കൊണ്ടുപോയി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിച്ചു കൊടുത്തു. ഒന്നും അധികം സംസാരിച്ചില്ല, ഭക്ഷണം വേണമെന്നൊന്നും ചോദിക്കാതെ കൊണ്ടുപോയി ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിച്ചു കൊടുത്തു. അതിനുശേഷം വീണ്ടും നടക്കുകയാണ്. നടന്ന് അമരവിളയിലെത്തി.
അമരവിളയിലെത്തി വല്ലാതെ വിശക്കുന്നു, ആരോടും ചോദിക്കാനും പാടില്ല. എന്നാൽ ചോദിക്കാൻ പാടില്ല, ആകെ പരവേശം. ഒരു വീടിൻ്റെ മുമ്പിൽ ചെന്ന് വെള്ളം കുടിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ആ വീട്ടുകാർ ഒരു പാത്രത്തിൽ ഭക്ഷണം ഒരുക്കി അദ്ദേഹത്തിന് കൊടുത്തു. അവിടുന്ന് മുൻപോട്ട് യാത്ര ചെയ്തു. ഒരു കലിങ്കിൻ്റെ മുകളിൽ ഇരുന്ന് കുറച്ച് സമയം ക്ഷീണമായപ്പോൾ പെട്ടെന്ന് ഒരു തമിഴ്നാട് ലോറി വന്ന് മുമ്പിൽ നിർത്തിയിട്ട് ചോദിക്കുകയാണ്, ഞാൻ കന്യാകുമാരിക്കാണ്, കയറുന്നോ എന്ന് ചോദിക്കുന്നു. ഈ ലോറിയിൽ കയറി കന്യാകുമാരിയിലെത്തി. അവിടെ സമുദ്ര സ്നാനമൊക്കെ നടത്തി. രണ്ടാമത്തെ ദിവസമായി. മൂന്നാമത്തെ ദിവസം കാലത്ത് അവിടെ നിന്ന് തിരിച്ച് വർക്കലയിലെത്തണം. അതാണ് തനിക്ക് തന്നിരിക്കുന്ന നമ്മുടെ ടാസ്ക്, നമ്മൾ അങ്ങനെ തന്നെ പറയുന്നത്, തനിക്ക് തന്നിരിക്കുന്ന ഉദ്യോഗം. കാലത്ത് സമുദ്രസ്നാനമൊക്കെ കഴിഞ്ഞിരുന്നപ്പോഴാണ് ആർമിയിൽ തൻ്റെ ഓഫീസറായിരിക്കുന്ന കേണൽ കൃഷ്ണമൂർത്തി അവിടെ വന്ന് നിൽക്കുന്നു. ജയചന്ദ്ര, താൻ എങ്ങോട്ടാണ്? ഞാൻ കണ്വാശ്രമത്തിലേക്ക് പോവുകയാണ്, വർക്കല, താൻ കൂടെ കയറുന്നോ എന്ന് ചോദിച്ചു. അങ്ങനെ കൂടെ കയറ്റി തിരിച്ച് വർക്കലയിൽ കൊണ്ടുവിടുന്നു. ഇതിനെപ്പറ്റി അദ്ദേഹം എഴുതുന്നൊരു കാര്യം ഇങ്ങനെയാണ്: അസ്തിത്വം ദൈവത്വത്തിലായി കഴിഞ്ഞാൽ മറ്റൊന്നിനെപ്പറ്റിയും ഭയപ്പെടേണ്ടുന്ന കാര്യമില്ല, അതിനെപ്പറ്റി സംശയിക്കേണ്ടുന്ന കാര്യമില്ല. നാം ജീവിക്കുന്ന ഒരു കാലഘട്ടം മനുഷ്യൻ വല്ലാതെ അസ്തിത്വത്തെപ്പറ്റി ചിന്തിക്കുന്നവരാണ്. അതിനുവേണ്ടി നമ്മുടെ എക്സിസ്റ്റൻസിന് വേണ്ടി എക്സിസ്റ്റൻഷ്യൽ പ്ലഷേഴ്സിനൊക്കെ തിരയുന്നതായ ആളുകളുണ്ട്. അതിൽ കുറേയധികം സുഖങ്ങളിൽ കൂടെ അസ്തിത്വത്തിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് പോകാൻ ശ്രമിക്കാറുള്ള ആളുകളുണ്ട്. പരമാവധി സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടുക. എത്രമാത്രം സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടിയാലും മതിയാവത്തില്ല. വസ്ത്രമാവട്ടെ, അത് ആഭരണമാകട്ടെ, ഭക്ഷണമാകട്ടെ, സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടുക. ഉപയോഗിക്കുന്നോ ഇല്ലയോ എന്നുള്ളതല്ല, വാങ്ങിച്ചു കൂട്ടുക. മറ്റു ചില ആസക്തികളിൽ, വാങ്ങിച്ച് ഉപഭോഗ സംസ്കാരവും ഒരു ആസക്തിയാണ്. ശരീരത്തോട് വല്ലാത്ത ആസക്തി, ചില വസ്തുക്കളോട് വല്ലാത്ത ആസക്തി, മദ്യത്തോട് അല്ലെങ്കിൽ ചില സബ്സ്റ്റൻസിനോട് വല്ലാത്ത ആസക്തി. അപ്രകാരമൊക്കെ മനുഷ്യ അസ്തിത്വത്തിൻ്റെ അർത്ഥം തേടുന്നതായ ആളുകളാണ്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് തത്വചിന്തകർ എക്കാലത്തും ചിന്തിച്ചിരുന്നു, എങ്ങനെയാണ് ജീവിതം ഇങ്ങനെ ആയിരിക്കുന്നത്, എങ്ങനെയാണ് ഇപ്രകാരമായിരിക്കുന്നത്. പലതരത്തിൽ അതിനെ വിശകലനം ചെയ്ത ആളുകളുണ്ട്. പലതരത്തിലുള്ള പ്രപഞ്ച സിദ്ധാന്തങ്ങളുണ്ടായി. മെറ്റാഫിസിക്സ് എന്നൊക്കെ ഫിലോസഫി പറയും. പ്രപഞ്ച സിദ്ധാന്തങ്ങൾ, എങ്ങനെ ഈ പ്രപഞ്ചം ഇന്ന് ആയിരിക്കുന്ന അവസ്ഥയിൽ ആയി എന്ന്. മറ്റു ചില തത്വചിന്തകർ അതിൻ്റെ അർത്ഥതലങ്ങളിലേക്കാണ് പോയത്. അറിവിൻ്റെ രീതിശാസ്ത്രം എന്ന് പറയും. ഇന്നത്തെ അറിവിൻ്റെ സമ്പ്രദായങ്ങൾ എങ്ങനെ ഉരുത്തിരിഞ്ഞു, അതിന് എപ്പിസ്റ്റമോളജി എന്നൊക്കെ പറയും. അത് നോട്ട് വറി അങ്ങനെ. എന്നാൽ ആധുനികതയുടെ പ്രവാചകനായിരിക്കുന്ന ദെക്കാർത്തെ പറഞ്ഞത് കൊഗിത്തോ എർഗോസും, ഞാൻ നിലനിൽക്കുന്നത് ഞാൻ ചിന്തിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് മനുഷ്യ മനസ്സിൻ്റെ ചിന്താപഥങ്ങളിലേക്ക് റാഷണാലിറ്റി അഥവാ കാര്യകാരണ സഹിതം വിശദീകരിക്കുവാനുള്ള കഴിവിലേക്കാണ് അദ്ദേഹം വിരൽ ചൂണ്ടിയത്. എന്നാൽ അതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമാണ് സുവിശേഷം മനുഷ്യാസ്തിത്വത്തെ പ്രതിനിധാനം ചെയ്യുന്നത്. പ്രത്യേകിച്ച് യോഹന്നാൻ്റെ സുവിശേഷമാണ്. കഴിഞ്ഞ ആഴ്ച മുഴുവനും നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം കേട്ടവരാണ്. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. വചനം, ആദിയിലുണ്ടായിരുന്ന വചനമാണ് ശരീരം ധരിച്ച് നമ്മുടെ മുൻപിൽ എത്തിയത് എന്ന്. അതിന് കുറെ കൂടെ നല്ല വിശദീകരണം കൊടുത്തത് അലക്സാന്ദ്രിയയിലെ അത്തനാസിയോസ് ആണ്. അടുത്ത വർഷം അതിൻ്റെ 1700ാമത്തെ ആനിവേഴ്സറിയാണ് നമ്മൾ ഇവിടെ ഇന്ന് ഒരുമിച്ച് പാടുകയും വായിക്കുകയും ചെയ്തു, നിക്യ വിശ്വാസ പ്രമാണം. അപ്പോൾ ഇതൊക്കെ താത്വികമായിട്ട് പോകുമ്പോൾ ഇന്നത്തെ സുവിശേഷ ഭാഗം വളരെ ലഘുവായിട്ട് കർത്താവിൻ്റെ വാക്കുകളിലൂടെ മനുഷ്യാസ്തിത്വത്തെ മത്തായിയുടെ സുവിശേഷത്തിലെ പർവ്വത പ്രസംഗത്തിൻ്റെ 7ാമത്തെ അധ്യായം പർവ്വത പ്രസംഗങ്ങൾ 3 അധ്യായങ്ങളിൽ അതിൽ 7ാമത്തെ അധ്യായത്തിൽ വളരെ പെട്ടെന്ന് മുമ്പോട്ട് വയ്ച്ചു. യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ തുറക്കും. ഒരു പരിധിവരെ നമ്മളതിനെ പലപ്പോഴും മനസ്സിലാക്കുന്നത് വസ്തുമയമായിരിക്കുന്ന നമ്മളുടെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട. അതിൽ തെറ്റൊന്നുമില്ല. നമ്മുടെ രോഗം സൗഖ്യമാകണം, നമ്മുടെ ജീവിതത്തിൻ്റെ മുൻപോട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കണം. ഡെഫിനറ്റ്ലി വി ഓൾ നീഡ് ഇറ്റ്. നമുക്കത് വളരെ ആവശ്യമാണ്. അതിനെ കുറ്റം പറയുവാനായിട്ട് സാധ്യമല്ല. നമുക്ക് നിരന്തരം അത് ആവശ്യമാണ്.
എന്നാൽ ഒരു വർഷ അവസാനം നമ്മളിവിടെ ആയിരിക്കുമ്പോൾ, ഒരു വർഷത്തിൻ്റെ അവസാനത്തിൽ ഒരുമിച്ച് നമ്മളിവിടെ ചേർന്ന് വന്നിരിക്കുമ്പോൾ, നമുക്ക് പിന്തിരിഞ്ഞൊന്ന് നോക്കുവാനും മുൻപോട്ട് നോക്കുവാനും നമ്മുടെ ഉള്ളിലേക്ക് നോക്കുവാനും ചുറ്റുപാടുകളിലേക്ക് നോക്കുവാനും നമ്മെ ഒന്ന് വിലയിരുത്തുവാനും നാം എവിടെ ആയിരിക്കുന്നുവെന്നും നമ്മുടെ അസ്തിത്വം എപ്രകാരമായിരിക്കുന്നു എന്നും ചിന്തിക്കുവാനായിട്ട് നമുക്ക് ഇടയായിട്ട് തീരുമോ? കഴിഞ്ഞ 2 ആഴ്ച മുൻപ് നിങ്ങൾ പത്രത്തിലൂടെയും TV വാർത്തകളിലൂടെയും സിറിയയിലുണ്ടായ സംഭവ വികാസങ്ങൾ കണ്ടു കാണും. സിറിയയിലെ ഭരണകൂടം മാറി പുതിയ ഭരണകൂടം ഏറ്റു. എൻ്റെ കൂടെ പഠിക്കുന്നതായ എൻ്റെ സുഹൃത്ത് വളരെ സ്ട്രെസ്ഫുള്ളായിരുന്നു ആ ദിവസങ്ങളിലൊക്കെ. അദ്ദേഹത്തിൻ്റെ അമ്മയും സഹോദരങ്ങളും ഡമാസ്കസിലുണ്ട്. അദ്ദേഹം ഒരു സിറിയൻ ഓർത്തഡോക്സ് ഗ്രീക്ക് ഓർത്തഡോക്സ് വൈദികനാണ്. അദ്ദേഹം പറയുകയാണ്, ഈ പുതിയ റിബൽ ആർമി ഡമാസ്കസ് പട്ടണം പിടിച്ചടക്കുവാനായിട്ട് എത്തിയപ്പോൾ എങ്ങും പോകാനായിട്ടില്ല. ഇവരെല്ലാവരും ഒരുമിച്ച് ചേർന്നിരുന്നത് അവരുടെ ദൈവാലയത്തിലാണ്. അതേ സിംഗിങ്, അവർ പാട്ടുപാടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അവർ പറഞ്ഞു, ഒരുപക്ഷെ അവർ ഞങ്ങളെ കൊല്ലുമായിരിക്കും, ഈ പുതുതായിട്ട് വരുന്ന റിബൽ ആർമി. ഞങ്ങളുടെ ദൈവാലയത്തിൽ മരിച്ചു വീണുകൊള്ളാം, അതാണ് ഞങ്ങൾക്ക് ഏറെ സന്തോഷം. ലെറ്റ് us ഡൈ ഇൻ അവർ ചർച്ച്, ഞങ്ങളുടെ അസ്തിത്വം അതാണ് എന്ന് പറഞ്ഞു. എന്നാൽ ഭാഗ്യവശാൽ അപ്രകാരമൊന്നും സംഭവിച്ചില്ല. നമ്മളിവിടെ ഒരു വർഷത്തിൻ്റെ അവസാനത്തിൽ ദൈവാലയത്തിൽ ഒരുമിച്ച് ചേർന്ന് വന്നിരിക്കുന്നത് നമുക്ക് കൃതജ്ഞത പറയുവാനായിട്ടുണ്ട്. സഭാമധ്യേ കർത്താവ് ചെയ്തിരിക്കുന്ന വൻ കാര്യങ്ങളെ സുവിശേഷിക്കുവാനായിട്ടുണ്ട്. അതോടൊക്കെ ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് പോകാൻ നമുക്ക് ഇടയായിട്ട് തീരണം. ഇന്ന് ക്രിസ്തീയ ജീവിതവുമായി ചേർന്ന് നിന്നുകൊണ്ട് ഇന്നത്തെ സുവിശേഷ ഭാഗം അതിലേക്ക് മാത്രമാണ് പോകുന്നത്. ഇന്നത്തെ പ്രവാചകനിലേക്കോ യൂദാസ്ലീഹയുടെ ലേഖനത്തിലേക്കോ ഒന്നും പോകുന്നില്ല. ഇന്നത്തെ സുവിശേഷ ഭാഗം ക്രിസ്തീയ ജീവിതവുമായി ചേർന്ന് നിന്നുകൊണ്ട് 2 കാര്യങ്ങളാണ് വയ്ക്കുന്നത്. ഒന്ന് വിശ്വാസം, 2 ജീവിത ശൈലി. വിശ്വാസം, സാധാരണ വിശ്വാസം എന്ത് എന്ന് ചോദിച്ചാൽ നമുക്ക് നിർവചനമുണ്ട്, അല്ലേ? എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം നമ്മൾ വളരെ ഈസി ആയിട്ട് വളരെ ലാഘവത്തോടുകൂടെ നമ്മൾ പറയാറുണ്ട്. എന്നാൽ ഒറ്റ വാക്കിൽ നിർവചിക്കുവാനായിട്ട് സാധിക്കുന്നതല്ല വിശ്വാസം, അല്ലേ? അത് ജീവിക്കുവാനായിട്ടുള്ളതാണ്. അത് ഒറ്റ വാക്കിൽ പറഞ്ഞു തീരുവാനായിട്ടുള്ളതല്ല. 2 ആഴ്ച മുൻപ് എന്തിനാ കണ്ടതെന്നൊന്നും ചോദിക്കരുത്. 2 ആഴ്ച മുൻപ് ഒരു സിനിമ കണ്ടു. കോൺക്ലേവ് എന്നാണ് ആ സിനിമയുടെ പേര്. അത് പുതിയ പോപ്പിനെ തിരഞ്ഞെടുക്കുന്ന കോൺക്ലേവാണ്, പുതിയ പോപ്പിനെ തിരഞ്ഞെടുക്കുന്ന സിനഡാണ്. അപ്പോഴതിൽ ലാറ്റിൻ അമേരിക്കയിൽ കലാപഭൂമിയിൽ നിന്ന് വന്നതായ ഒരു കർദിനാൾ ഭക്ഷണത്തിന് മുൻപ് പ്രാർത്ഥിക്കുകയാണ്. സാധാരണ ഭക്ഷണത്തിന് മുൻപ് പ്രാർത്ഥിക്കുന്നത് പോലെ അദ്ദേഹം പ്രാർത്ഥിച്ചു, കർത്താവേ, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഭക്ഷണത്തിനും ഈ കൂട്ടായ്മയ്ക്കുമായി നിനക്ക് നന്ദി. അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴെല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് തുടങ്ങി. എന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന മുൻപോട്ട് തുടർന്നു. കർത്താവേ, ഞങ്ങൾ ഈ ഭക്ഷണം ഇപ്പോഴിവിടെ കഴിക്കുമ്പോൾ ഭക്ഷണം ഇല്ലാത്തവരെയും ദാഹിച്ച് വലയുന്നവരെയും ഞങ്ങൾക്ക് ഈ ഭക്ഷണം ഒരുക്കുവാനായിട്ട് കഷ്ടപ്പെട്ടവരെയും ഇന്ന് ഞങ്ങൾക്ക് ഈ ഭക്ഷണം പാചകം ചെയ്തു തന്ന കന്യാസ്ത്രീമാരെയും ഞങ്ങൾ നന്ദിയോടുകൂടെ ഓർക്കുകയും അവരോടുള്ള ഞങ്ങളുടെ കടപ്പാട് ദൈവസന്നിധിയിൽ ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. കാണാത്തതായ കാര്യങ്ങൾ ഞാൻ ഇന്ന് കണ്ടിരിക്കുന്നതിനപ്പുറമായി അതീതമായി അതിൻ്റെ പുറകിലുള്ള പ്രയത്നങ്ങളെയും ആളുകളെയും സംഭവങ്ങളെയും തിരിച്ചറിയുവാനായിട്ട് സാധിക്കുമ്പോഴാണ് വിശ്വാസം അർത്ഥവത്തായിട്ട് തീരുന്നത്. ഇവിടെ യാചിപ്പീൻ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ കണ്ടെത്തും, മുട്ടുവീൻ നിങ്ങൾക്ക് തുറക്കും എന്ന് ക്രിസ്തുനാഥൻ പറയുമ്പോൾ അതിനകത്ത് 1-2 കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. പരമപ്രധാനമായിട്ട് വിശ്വാസത്തിന് ഉപാധികൾ ഇല്ല എന്നുള്ളതാണ്. ഇത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ട് വളരെ ഇംഗ്ലീഷിൽ പറഞ്ഞ സിമ്പിൾ സെൻറ്റൻസ് എന്ന് പറയും, ലഘുവാക്യങ്ങളിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യാചിപ്പീൻ നിങ്ങൾക്ക് കിട്ടും, ഫോർ ഷുവർ. അതിൽ ഉപാധികളൊന്നുമില്ല. അതിനകത്ത് കോൺട്രാക്റ്റ് ഇല്ല. ഒരു പരിധി വരെയൊക്കെ ഇന്നത്തെ നമ്മുടെ ബന്ധങ്ങളൊക്കെ കോൺട്രാക്റ്റാണ്, അല്ലേ? ഒരു പരിധി വരെ അത് ചെയ്താൽ ഇത് ചെയ്യും, ഇത് ചെയ്താൽ അത് ചെയ്യും, അങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങനെയുണ്ട്, ഇങ്ങനെ പോയാൽ അങ്ങനെ വരാം, അല്ലേ? ഇതെല്ലാം നമുക്ക് ഈ കോൺട്രാക്റ്റിലാണ്.
എല്ലാം പോകുന്നത് കോൺട്രാക്റ്റിലാണ്. ബന്ധങ്ങൾ, ചിരികൾ, നമ്മുടെ ഇടപെടലുകൾ എല്ലാം കോൺട്രാക്റ്റിലൂടെയാണ് പോകുന്നത്. ചില ഉപാധികളുണ്ട്, ചില കണ്ടീഷൻസ് ഉണ്ട്, ക്രൈറ്റീരിയ ഉണ്ട്. ഇതിന് പൂരിപ്പിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ. എന്നാൽ ദൈവം നമ്മുടെ മുൻപിലോട്ട് വയ്ക്കുന്നത് കോൺട്രാക്റ്റ് അല്ല, കവനൻ്റാണ്, ഉടമ്പടിയാണ്. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ എബ്രായർക്ക് എഴുതിയ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ ദൈവമാണ്, നീ എൻ്റെ ജനമാണ്. അതിനകത്ത് ഉപാധികളൊന്നുമില്ല. ഞാൻ നിൻ്റെ ദൈവമാണ്, നീ എൻ്റെ ജനമാണ് എന്ന് പറയുന്നത് ഉപാധികളൊന്നുമില്ലാതെ, കണ്ടീഷൻസ് ഒന്നും ഇല്ലാതെ വയ്ക്കുകയാണ്. 2, വിശ്വാസം സമ്പൂർണമാണ്. യാചിപ്പീൻ നിങ്ങൾക്ക് കിട്ടും. അല്പം കിട്ടും, കുറച്ച് കിട്ടും, കൂടുതൽ കിട്ടും, ഒന്നുമല്ല പറയുന്നത്, മുഴുവനായി കിട്ടും, സമ്പൂർണമായിട്ട് ലഭിക്കുകയാണ്. ദീർഘവർഷങ്ങൾക്ക് മുൻപ് തിയഡോർ വില്യംസ് മാരാമൺ കൺവെൻഷനെ പ്രസംഗിച്ചിരുന്നു. ഞാനൊന്നും ജനിച്ചിട്ടുള്ള സമയത്തല്ല. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറയാറുള്ള ഒരു കഥ, സ്ഥിരം കേട്ടിട്ടുള്ള ഒരു കഥ. അദ്ദേഹം പറയുകയാണ്, 2 കുഞ്ഞ് കുട്ടികൾ, ആൺകുട്ടിയും പെൺകുട്ടിയും, 2 പേരുടെയും കയ്യിൽ മറ്റുള്ളവർക്ക് ഇഷ്ടമുള്ള കാരണമുണ്ട്. ആൺകുട്ടിയുടെ കയ്യിൽ കുറേ ഗോലികളുണ്ട്, അറിയാമോ? ഗോലി, നമ്മുടെ മാർബിൾസ് ഉണ്ട്. പെൺകുട്ടിയുടെ കയ്യിൽ കുറേ ചോക്ലേറ്റും ഉണ്ട്. അവൾക്ക് ഈ ഗോലി വേണം, അവന് ഈ ചോക്ലേറ്റ് വേണം. 2 പേരും പറഞ്ഞു, ഓക്കെ, നമുക്ക് 2 പേർക്കും ഇത് മുഴുവനും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാം എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ അത് മുഴുവനും അവന് കൊടുത്തു, അവൻ അത് അവൾക്കും കൊടുത്തു. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ചെറുക്കൻ വന്ന് ചോദിച്ചു, നീ ചോക്ലേറ്റ് മുഴുവനും എനിക്ക് തന്നായിരുന്നോ എന്ന്. അവൾ ആ ചോദ്യമൊട്ട് ചോദിച്ചതുമില്ല. കാരണം എന്നാണെന്നറിയാമോ? അദ്ദേഹം പറഞ്ഞത് ഇതാണ്, മുഴുവനും അവൻ അവൾക്ക് കൊടുത്തില്ല, കുറച്ച് ഗോലി ബാക്കി പോക്കറ്റിൽ കിടപ്പുണ്ട്. എന്നാൽ അവൾ അത് മുഴുവനും കൊടുത്തു. വി ഡൗട്ട്, നമുക്ക് ചില സംശയങ്ങൾ ഇടയ്ക്കിടയ്ക്ക് തോന്നും. കാരണം എന്നാ? നമ്മൾ സമ്പൂർണമായിട്ട് സമർപ്പിക്കാത്തത് കൊണ്ട്, മുഴുവനും പൂർണ്ണമായി അർപ്പിക്കാത്തത് കൊണ്ട് പലപ്പോഴും സംശയം തോന്നിപ്പോകും. തെറ്റിദ്ധരിക്കത്തില്ലെങ്കിൽ ഒരു സംഭവ കഥ പറയാം. ഒരു പ്രാർത്ഥനയ്ക്ക് പോയി. പ്രായമായി ക്ഷീണാവസ്ഥയിൽ കിടക്കുന്ന ഒരു ചയനെ കാണാൻ വേണ്ടിയാണ് പോയത്. അപ്പോഴവർക്ക് വലിയ ആഗ്രഹം, ഇടവ മിഷൻകാരെല്ലാവരും വന്നൊന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് ഇടവൻ മിഷൻകാരെ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് പോയി. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ച് കാറിലേക്ക് കയറാൻ നേരം പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുത്ത അച്ചായൻ പറഞ്ഞു, അച്ഛാ, കിടപ്പ് കണ്ടിട്ട് തട്ടിപ്പോന്ന ലക്ഷണമാണ് കാണുന്നതെന്ന് പറഞ്ഞു. ഇന്ന് തന്നെ പോകുന്ന ലക്ഷണമാണ് കാണുന്നത്. 5 മിനിറ്റ് മുമ്പ് പ്രാർത്ഥിച്ചത്, കർത്താവേ നീ സൗഖ്യം തന്നിരിക്കിയാൽ നന്ദിയോടെ സ്തോത്രം. 5 മിനിറ്റ് കഴിഞ്ഞ് പറഞ്ഞത് ഇപ്പോൾ തീരും. നമ്മുടെ വാക്കുകൾ തമ്മിൽ എവിടേക്കോ ഒരു പൊരുത്തമില്ലായ്മ, ഒരു പൊരുത്തക്കേട്. കുറ്റം പറയാൻ വേണ്ടി വണ്ടിയും പിടിച്ച് സ്വിറ്റ്സർലൻഡിൽ നിന്ന് വന്നോ എന്ന് ചോദിക്കരുത് കേട്ടോ. ഇതൊരു യാഥാർത്ഥ്യമല്ലേ. നമ്മൾക്ക് പൊരുത്തപ്പെടാനായിട്ട് സാധിക്കുന്നില്ല. വാക്കും നമ്മുടെ മനോഭാവവും തമ്മിൽ, വിശ്വാസ ജീവിതവും തമ്മിൽ പൊരുത്തപ്പെടാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ നിങ്ങൾക്ക് പൂർണ്ണമായി ലഭിക്കും, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു, കണ്ടെത്തുന്നു, കിട്ടിയിരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ ഉപാധികളില്ലാത്ത സമ്പൂർണമായിരിക്കുന്ന വിശ്വാസത്തെ പറ്റിയാണ് ഇവിടെ കർത്താവ് നമ്മുടെ മുൻപിൽ പറയുന്നത്. 2ാമത് ഇവിടെ പറയുന്നത് വിശ്വാസ ജീവിതം എങ്ങനെ പൂർത്തീകരിക്കും, എപ്രകാരം പൂരിപ്പിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്കും ചെയ്യുവീൻ. നമ്മൾ എന്ത് ഇച്ഛിക്കുന്നുവോ, നിങ്ങൾ അവർക്ക് ചെയ്യണമെന്ന് ഇച്ഛിക്കുന്നുവോ, നിങ്ങൾക്ക് ചെയ്യണമെന്ന് ഇച്ഛിക്കുന്നുവോ, അതെല്ലാം നിങ്ങൾ അവർക്കും ചെയ്യുവീൻ എന്ന് പറയാം. എന്താണ് അപരനോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ നിലപാടുകൾ എന്താണ്? വിശ്വാസ ജീവിതത്തിൻ്റെ പ്രതിഫലനം അനുദിന ജീവിതത്തിൻ്റെ നിലപാടുകളിലൂടെ, അനുദിന ജീവിത ശൈലിയിലൂടെ വെളിവാക്കുവാനായിട്ട് സാധിക്കണം. അതുകൊണ്ടാണ് ഫ്രാൻസിസ് ഓഫ് അസീസി പറഞ്ഞു, അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് പറഞ്ഞു, ഓൾവേസ് പ്രീച്ച് ഗോസ്പൽ, യൂസ് വേർഡ്സ് ഇഫ് നെസസറി. എല്ലായ്പ്പോഴും സുവിശേഷം പ്രസംഗിക്കുക, അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം വാക്കുകൾ ഉപയോഗിക്കുക. എല്ലായ്പ്പോഴും സുവിശേഷം പ്രസംഗിക്കുക, അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം വാക്കുകൾ ഉപയോഗിക്കുക. കാലം ചെയ്ത പോപ്പ് ബെനഡിക്റ്റ്, അദ്ദേഹം ഇന്നലെയായിരുന്നു, ഡിസംബർ മാസം 30-ാം തീയതിയായിരുന്നു. 2 വർഷമായി അദ്ദേഹം ദിവംഗതനായതിനു ശേഷം
അദ്ദേഹത്തിൻ്റെ അവസാനത്തെ പുസ്തകം അദ്ദേഹം എഴുതിയതല്ല, അദ്ദേഹവുമായിട്ടുള്ള ഒരു കോൺവെർസേഷനാണ്, അദ്ദേഹവുമായി നടന്ന ഒരു സംഭാഷണമാണ്. ആ പുസ്തകത്തിൻ്റെ പേരിങ്ങനെയാണ് ദ ലാസ്റ്റ് ടെസ്റ്റമെൻറ്റ്, അവസാനത്തെ ഉടമ്പടി എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അതിൽ അദ്ദേഹത്തോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ മുൻപിൽ വന്നിരിക്കുന്ന ജേർണലിസ്റ്റ് ചോദിക്കുന്നു, നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഭരണ സമയമൊക്കെ വെട്ടിച്ചുരുക്കി പുറത്തിറങ്ങി. എന്നാൽ നിങ്ങൾ പുറത്തിറങ്ങിയതായ ഈ സമയം സഭയ്ക്ക്, പ്രത്യേകിച്ച് കത്തോലിക്ക സഭ, വല്ലാത്ത തരത്തിലുള്ളതായ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരുന്നൊരു കാലഘട്ടമാണ്. യൂറോപ്പിലും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ വല്ലാതെ ക്രൈസ്തവരുടെ എണ്ണം കുറയുകയും ആളുകൾ സഭ വിട്ടു പോയിക്കൊണ്ടിരിക്കുന്നതും ഒരു കാലത്തിലാണ് നിങ്ങൾ സഭയുടെ നേതൃസ്ഥാനത്ത് നിന്ന് മാറിയത്. നിങ്ങൾക്ക് എന്താണ് അതിനെപ്പറ്റി പറയുവാനായിട്ടുള്ളത്? പിതാവ് എന്ത് ചിന്തിക്കുന്നു അതിനെപ്പറ്റി? എന്തുകൊണ്ടാണ് ഈ സഭയ്ക്ക് ഇപ്രകാരം സംഭവിക്കുന്നത്? അദ്ദേഹം അതിന് വളരെ പറഞ്ഞതായ മറുപടി ഇപ്രകാരമാണ്. അദ്ദേഹം പറഞ്ഞു, സഭയിൽ ആള് കുറയുന്നതല്ല എന്നെ ഭയപ്പെടുത്തുന്നത്, മറിച്ച് വിശ്വാസികളിൽ വിശ്വാസം കുറയുന്നതാണ് എന്നെ ഭയപ്പെടുത്തുന്നത്. സഭയിൽ ആള് കുറയുന്നതല്ല, മറിച്ച് വിശ്വാസികളിൽ വിശ്വാസം കുറയുന്നതാണ് എന്നെ ഭയപ്പെടുത്തുന്നത്. നാം ജീവിക്കുന്ന ഈ കാലത്തിനൊരു വല്ലാത്ത പരിമിതിയുണ്ട്. നാം ജീവിക്കുന്ന കാലഘട്ടത്തിൻ്റെ ഒരു പരിമിതി എന്ന് പറയുന്നത് ഇന്ന് മോഡൽസ് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലമാണ്. മാതൃകകൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മനഃപൂർവമായിരിക്കുന്ന മാതൃകകൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു വേള ഇവിടെയുള്ള വല്യച്ഛന്മാർക്കൊക്കെ പറയുവാനായിട്ട് ഒരുപാട് മാതൃകകൾ ഉണ്ടായിരുന്നു. എൻ്റെ മുൻപിലിരിക്കുന്ന മാതാപിതാക്കൾക്ക് പറയുവാൻ ഒരുപാട് മാതൃകകൾ ഉണ്ടായിരുന്നു. എൻ്റെ സഹോദരങ്ങൾക്ക്, മുതിർന്ന സഹോദരങ്ങൾക്കൊക്കെ പറയുവാൻ, ചൂണ്ടിക്കാണിക്കുവാൻ ഒരുപാട് മാതൃകകൾ ഉണ്ടായിരുന്നൊരു കാലം. എന്നാൽ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് എൻ്റെ തലമുറ, അല്ലെങ്കിൽ എൻ്റെ അനുജന്മാരുടെയും അനുജത്തിമാരുടെയും തലമുറ. ഞങ്ങൾക്കൊത്തിരി ദാരിദ്ര്യമുണ്ട്. സമ്പന്നത പണത്തിൻ്റെ അല്ല, മാതൃകകളുടെ ദാരിദ്ര്യം ഇന്ന് ഞങ്ങളെ ഭരിക്കുന്നു. വിശ്വാസ ജീവിതത്തിൻ്റെ ഒരു മാതൃകകളുടെ ദാരിദ്ര്യമുണ്ട്. എന്നെയും കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് പറയാം, ഞങ്ങൾക്ക് വിശ്വാസത്തിൻ്റെ മാതൃകകളായി തീരുവാനായിട്ട് സാധിക്കുന്നില്ല. അത് ഒരപജയമായി ഇന്ന് നിലനിൽക്കുകയാണ്. മനഃപൂർവ്വമായി വിശ്വാസ ജീവിതത്തിൻ്റെ മാതൃകകൾ അത് ജീവിത ശൈലിയിലേക്കും ജീവിതത്തിൻ്റെ നിലപാടുകളിലേക്കും എത്തിപ്പെടേണ്ടതായിട്ടുണ്ട്. 2017 യൂറോപ്പിലെ റിഫർമേഷൻ നടന്നതിൻ്റെ 500ാമത്തെ ആനിവേഴ്സറി ആയിരുന്നു. 1517 മാർട്ടിൻ ലൂതർ യൂറോപ്പിൽ, ജർമ്മനിയിൽ റിഫർമേഷൻ അഥവാ നവീകരണം ആരംഭിച്ചത്. 2017 അതിൻ്റെ 500ാമത്തെ ആനിവേഴ്സറി വാർഷികം കൊണ്ടാടിയപ്പോൾ അന്നത്തെ പ്രസംഗത്തിൽ അന്ന് അവർ ക്ഷണിച്ചിരുന്നത് ഇപ്പോഴത്തെ കാൻറ്റർബറി ആർച്ച് ബിഷപ്പായിരുന്ന ജസ്റ്റിൻ വെൽബി ആയിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇന്നൊരു വലിയ പരിമിതി നമ്മെ ബാധിക്കുന്നുണ്ട് സഭകളെ. മറ്റൊന്നുമല്ല, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ന്യൂട്രലായിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂട്രൽ പറഞ്ഞത് മനസ്സിലായോ? കുറച്ചും കൂടെ തികച്ചു പറയാം. ഞങ്ങൾ സാധാരണ അച്ഛന്മാരും അല്ലെങ്കിൽ സഭകളിൽ നേതൃസ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരും ഒക്കെ കേൾക്കാറുള്ള ഒരു വാചകമുണ്ട്, അച്ഛാ ഞങ്ങൾ പള്ളി ന്യൂട്രലാ കേട്ടോ. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല? കേട്ടിട്ടുണ്ട്. ഞങ്ങൾ ന്യൂട്രലാ, ഞങ്ങളൊന്നും പറയത്തില്ല, ഞങ്ങൾ എല്ലായിടത്തും ഉണ്ട്, പക്ഷെ ഞങ്ങൾ ന്യൂട്രലാ എല്ലാറ്റിലും. കെമിസ്ട്രി പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനറിയാം ന്യൂട്രൽ ഗ്യാസസ് എന്ന് പറയുന്നത്. ന്യൂട്രലാണ്. വി ആർ ന്യൂട്രൽ. ഞങ്ങൾക്ക് വിശ്വാസത്തെ ജീവിതത്തിലേക്ക്, ജീവിതശൈലിയിലേക്ക് പ്രവേശിപ്പിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. അത് ഞങ്ങളുടെ ജീവിതങ്ങളിലൂടെ പുറത്തോട്ട് വരുന്നില്ല. വി ബിക്കം ന്യൂട്രൽ. ക്രിസോസ്റ്റം തിരുമേനിയുടെ ഭാഷയിൽ പറഞ്ഞാൽ വഴിയരികിലെ മയിൽക്കുറ്റി. ഒന്നും വന്നാലും, എന്തെല്ലാം വന്നാലും ഒന്നും സംഭവിക്കാത്ത രീതിയിൽ ഒരു ഫീലിങ്ങുമില്ലാത്തതായി തീർന്നിരിക്കുകയാണ്. വിശ്വാസമൊക്കെ ഇങ്ങനെ മേളിക്കൂടെ പോവും, ജീവിതത്തെ ഒട്ടും തൊടാനായിട്ട് കഴിയുന്നില്ല. ഒരു വർഷത്തിൻ്റെ അവസാനത്തിൽ ഞാനും നിങ്ങളും ഒന്നായിരിക്കുമ്പോൾ ഒന്ന് ഓഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമോ? വർഷാവസാനത്തിൽ പള്ളിയിലെ കണക്ക് ഓഡിറ്റ് ചെയ്യണ്ടേ? ഓഡിറ്റ് ചെയ്തില്ലേ അച്ഛനെ ഇവിടെ വെച്ചേക്കോ,
കൊട്ടാരക്കര ഏരിയയിൽ വെച്ചേക്കുമോ? നമ്മൾ ഓഡിറ്റ് ചെയ്യത്തില്ലേ? എല്ലാം ഓഡിറ്റിംഗ് റിപ്പോർട്ടും. നമുക്ക് ജീവിതത്തിനൊരു ഓഡിറ്റ് സാധിക്കുന്നുണ്ടോ? ജീവിതത്തിനൊരു സോഷ്യൽ ഓഡിറ്റ് പറ്റുമോ? എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ വിശ്വാസ ജീവിതം? പണത്തിൻ്റെയും നമ്മൾ എത്തിച്ചേർന്നതിൻ്റെയും കണക്കൂട്ടലല്ല. എവിടെയൊക്കെ പോയി, ഏതെല്ലാം രാജ്യങ്ങൾ സന്ദർശിച്ചു, ഏതെല്ലാം സ്ഥലങ്ങൾ കണ്ടു, എവിടെയൊക്കെ പോയി നിന്ന് പടമെടുത്തു എന്നുള്ളതല്ല. ആരെയൊക്കെ പരിചയപ്പെട്ടു, അതല്ല. അതൊക്കെ അച്ചീവ്മെൻറ്റ്സ് ആയിട്ട് ഇരുന്നോട്ടെ. അതിനതീതമായി വിശ്വാസ ജീവിതത്തെപ്പറ്റി ഒരു കണക്കെടുപ്പ് നമുക്ക് സാധിക്കുന്നുണ്ടോ? പ്രാർത്ഥന എന്ന് പറയുന്നതിൻ്റെ തന്നെ അർത്ഥം അതാണല്ലോ. ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ആകാമാകുന്ന സാഹചര്യങ്ങളെ, ആകാമാകുന്ന അവസ്ഥകളെ, അസ്തിത്വങ്ങളെ സമീക്ഷിക്കുന്നതാണല്ലോ പ്രാർത്ഥന. അല്ലാതെ ലഭിക്കുന്നത് മാത്രമല്ലല്ലോ പ്രാർത്ഥന. ആയിരിക്കുന്നതിൽ നിന്ന് ആകാമായിരിക്കുന്നതിലേക്ക് എത്തിച്ചേരുമ്പോഴാണ് പ്രാർത്ഥനയാകുന്നത്. അതുപോലെ വിശ്വാസ ജീവിതത്തെ ഒന്ന് ഓഡിറ്റ് ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കുമോ? എൻ്റെ വിശ്വാസ ജീവിതം ഉപാധികളോടുകൂടെയാണോ? സംശയങ്ങളോടുകൂടെയാണോ? എൻ്റെ വിശ്വാസ ജീവിതം ഭയത്തോടുകൂടെയാണോ? സംശയങ്ങളും ഉപാധികളും കുറേശ്ശെ എനിക്ക് വേണ്ടി കുറേ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത് ഗ്രഹജമാക്കിയതാണോ എൻ്റെ വിശ്വാസ ജീവിതം? എൻ്റെ വിശ്വാസ ജീവിതം എനിക്ക് വ്യക്തിയായി, കുടുംബമായി, കുടുംബങ്ങളായി, പ്രാർത്ഥനാ ഗ്രൂപ്പുകളായി, എനിക്ക് ജീവിതശൈലിയായി രൂപാന്തരപ്പെടുത്തുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഒരു വർഷത്തിൻ്റെ അവസാനത്തിൽ നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മെ തന്നെ പൂർണ്ണമായി കർത്തൃകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്കിന്ന് കേട്ട ദൈവവചനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മെ തന്നെ വായിക്കാൻ ശ്രമിക്കാം. നമുക്ക് ദൈവസന്നിധിയിൽ അല്പസമയം തലകളെ വണക്കാം. പോയ ഒരു വർഷക്കാലം ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാൻ ലഭിച്ച അവസരങ്ങൾക്കായി നന്ദി പറയാം. കർത്താവിൽ നിന്ന് ലഭിച്ച വൻകാര്യങ്ങൾക്കായി കൃതജ്ഞതയോടുകൂടെ ദൈവസന്നിധിയിലേക്ക് ചേർന്ന് വരാം. എന്നാൽ ദൈവം ആഗ്രഹിച്ച പ്രകാരം ജീവിതങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ, സമ്പൂർണമായി അർപ്പിക്കുവാൻ നമുക്ക് വീഴ്ചകളുണ്ടായിട്ടുണ്ട്. വ്യക്തികളായി, കുടുംബങ്ങളായി, കൂട്ടായ്മകളായി, ഇടവകകളായി, സഭകളായി നമുക്ക് കുറവുകളുണ്ടായിട്ടുണ്ട്. വിശ്വാസം ജീവിതശൈലിയായി രൂപാന്തരപ്പെടുത്തുവാൻ ചിലപ്പോഴെങ്കിലും പരിമിതികൾ നമുക്ക് നേരിട്ടിട്ടുണ്ട്. ദൈവമേ, ഞങ്ങളുടെ കുറവുകളെ ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരണമെന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ തെറ്റുകളെ ഞങ്ങൾക്ക് മനഃപൂർവ്വമായി വെളിപ്പെടുത്തി തരണമെന്ന് പ്രാർത്ഥിക്കാം. പുതിയ വർഷം സമ്പൂർണമായി സമർപ്പിക്കുവാൻ, പരിമിതികളില്ലാത്ത ദൈവസ്നേഹത്തിന് പരിമിതികൾ കൂടാതെ വിട്ടു നൽകുവാൻ കർത്താവേ, ഞങ്ങളെ അതിനായി ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കാം. ജീവിതത്തിലൂടെ, നിലപാടുകളിലൂടെ, സംസാര ഭാഷയിലൂടെ, ജീവിതത്തിലെടുക്കുന്ന ചെറുതും വലുതുമായ തീരുമാനങ്ങളിലൂടെയൊക്കെ ക്രിസ്തു സ്നേഹം വെളിപ്പെടുത്തുവാൻ ഞങ്ങളെ എടുത്തുപയോഗിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവവുമേ, ഈ വർഷത്തിൻ്റെ അവസാനത്തിൽ തിരുവചനത്തിൻ്റെ മുൻപിൽ ഞങ്ങളുടെ വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ കീറുവാൻ തന്നിരിക്കുന്ന അവസരത്തിനായി നന്ദിയോട് സ്തോത്രം. ഞങ്ങളെ തന്നെ പൂർണ്ണമായി തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കും. ഞങ്ങളുടെ കുറവുകളെ നീ അറിയുന്നല്ലോ, ഞങ്ങളുടെ പരിമിതികളെ അറിയുന്നല്ലോ. എന്നാൽ ഈ പരിമിതികൾക്കൊക്കെ അതീതമായി ഞങ്ങളെ നീ സ്നേഹിക്കുകയും സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നതിനായി നന്ദിയോട് സ്തോത്രം. കർത്താവേ, വിശ്വാസ ജീവിതത്തിൽ വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ജീവിതത്തിൽ പുതിയ തീരുമാനങ്ങളോടുകൂടെ ഞങ്ങളുടെ ജീവിതം ദൈവസ്നേഹം വെളിപ്പെടുത്തുവാൻ ഇടയാകണമേ. കർത്താവേ, ഞങ്ങൾ ഈ കർത്തൃമേശയോട് ചേർന്ന് പുതിയ വർഷം അടുത്തു വരുമ്പോൾ
നീ ഞങ്ങളോട് ഇടപെടുന്നതും ഞങ്ങളുടെ ജീവിതങ്ങളുടെ മേൽ നിനക്ക് അധികാരമുണ്ടെന്ന് മനസ്സിലാക്കുവാനും അതിന് വിധേയപ്പെടുവാനും ഞങ്ങളെ അനുവദിക്കണമെന്ന് യേശുവിൻ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദയവുണ്ടായി കേൾക്കണമേ.